എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ദൈവം തന്നെ എന്നൊരാൾ. അയാളൊരു ദൈവവിശ്വാസിയാണ്. അതിലെന്താണ് തെളിവെന്ന് വേറൊരാൾ. അയാളൊരു അവിശ്വാസിയോ യുക്തിവാദിയോ ആയിരിക്കണം. ഒരു വന്യമൃഗത്തിൻ്റെ ഷോർട്ട് വീഡിയോ കണ്ട് രണ്ടുപേർ ദൈവത്തെപ്പറ്റി രണ്ടു തരം അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അന്വേഷണം ദൈവീകമോ യുക്തിവാദപരമോ ശാസ്ത്രീയമോ എന്തുമാവട്ടെ, അതിനുള്ള പ്രചോദനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചുറ്റുപാടിലേക്ക് നോക്കണം എന്നതാണ്. ആ പ്രകൃതിയിലെ സ്വാഭാവിക ജീവിത രീതികളുടെ കാഴ്ചകളിൽ നിന്നും നിരീക്ഷണത്തിൽ നിന്നും അതിൻ്റെ ഉൾക്കൊള്ളലുകളിൽ നിന്നുമൊക്കെ ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് എന്നുമാണ്. ആ പ്രകൃതി മരങ്ങളുടെയും മൃഗങ്ങളുടെയും വെറും കാഴ്ചകൾ മാത്രം കുത്തി നിറച്ചതല്ല. സ്വന്തം കൊമ്പ് പൊഴിച്ചു കളയുന്ന മാൻ എന്ന പേരിലുള്ള 1 മിനിറ്റ് വീഡിയോയ്ക്ക് ആളുകളിൽ ഇത്രയും ഉയർന്ന ചിന്തകൾ ഉണർത്താമെങ്കിൽ പ്രകൃതി എത്ര വലിയ അറിവിൻ്റെ സ്രോതസ്സാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. ബാക്കി അറിവുകളെല്ലാം വെറും ബാഹ്യമായത് മാത്രം അല്ലേ?